ഇന്ത്യയുടെ ഊർജ്ജ വിതരണത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന ആഗോള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അടുത്തിടെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ ഫലമായി ലോകത്തിലെ ഏറ്റവും പ്രധാന കടൽ ഗതാഗത പാതകളിലൊന്നായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി നടക്കുന്ന ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ആഗോള പ്രതിഫലനം ആഗോള വിപണിയിൽ ഉടൻ തന്നെ കാണപ്പെട്ടു. തിങ്കളാഴ്ച ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് ഏകദേശം $120 ഉയർന്നു. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ എണ്ണ വിപണിയെ എത്രത്തോളം ബാധിക്കുമെന്ന് ഇത് കാണിക്കുന്നു. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇന്ത്യയുടെ പ്രകൃതിവാതക ഇറക്കുമതിയുടെ ഏകദേശം 30% സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ് നടക്കുന്നത്. ഈ പാത തടസ്സപ്പെടുകയോ അടയ്ക്കുകയോ ചെയ്താൽ പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും കുറയാനുള്ള സാധ്യതയുണ്ടാകും. ഈ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യയിൽ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് നിലവിൽ വന്നിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ അവശ്യ വസ്തുക്കളുടെ വിതരണവും നിയന്ത്രണവും സർക്കാരിന് കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക അധികാരം നൽകുന്നതാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. 4 പ്രയോറിറ്റി മേഖലകളായി തിരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണം നടത്താനായി പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം തീരുമാനിച്ചു. ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നവ വീടുകളിൽ ഉപയോഗിക്കുന്ന പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഗതാഗതത്തിനുള്ള കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LPG എന്നിവയ്ക്കാണ്. ഈ മേഖലകൾക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഉപഭോഗത്തിന്റെ 100% വിതരണം ലഭ്യമാകും. എന്നാൽ സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ആണ്. അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും അത് ലഭ്യമാകുന്നത്. രണ്ടാം പ്രാധാന്യം നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയിലെ വളനിർമ്മാണ യൂണിറ്റുകൾക്കാണ്. വളനിർമ്മാണ യൂണിറ്റുകൾക്ക് സാധാരണ ലഭിക്കുന്ന പാചകവാതകത്തിന്റെ 70% വിതരണമാണ് ലഭ്യമാകുന്നത്. മൂന്നാം പ്രാധാന്യം നൽകിയിരിക്കുന്നത് വ്യാവസായിക മേഖലയ്ക്കാണ്. നാച്ചുറൽ ഗ്യാസ് ഗ്രിഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വ്യവസായങ്ങൾക്കും യൂണിറ്റുകൾക്കും അവയുടെ സാധാരണ വിതരണത്തിന്റെ 80% ലഭ്യമാകും. ഇതും സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ആണ് പറയുന്നത്. നാലാമതായി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് റിഫൈനറികൾക്കാണ്. അവയുടെ 6 മാസത്തെ ശരാശരി ഉപഭോഗത്തിന്റെ 65% ലഭ്യമാകുന്നത്. പ്രധാന എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയ്ക്ക് ഇന്ധന ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാനും വിതരണ സംവിധാനം കാര്യക്ഷമമായി നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.